ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് 2024 മിനിറ്റിനാണ് സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പക്ഷേ നമുക്ക് അതിനനുസരിച്ചുള്ള സാഹചര്യമില്ല. വീഡിയോ നിർത്താം. കുറേ പ്രാവശ്യം ഞാൻ ചാനലിൽ ഒരു വീഡിയോസ് ഇടാം, ഞാൻ ട്യൂബൊക്കെ കെട്ടി വെച്ചിട്ടാണ് ഞാൻ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് ജേണിയാണ് പറയാൻ പോകുന്നത്. കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ പേരെന്താണ്. അപ്പോൾ എൻ്റെ പേര് ജ്യോതിക ജിതോഷ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പേര് എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് കൂടെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് പേരെടുത്ത് ഷോർട്സിലായിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു 6ാം ക്ലാസ്സിലാണെന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, സ്ഥലവും കൂടെ കമൻറ്റ് ചെയ്യുക. നമുക്കൊരു കുഞ്ഞ് സ്റ്റോറി പോലെ അങ്ങ് കേൾക്കാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് 2024 ഏപ്രിൽ 21 ഞാൻ ആദ്യമായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ കോളേജ് വെക്കേഷൻ 2 മാസം വെക്കേഷൻ ഇല്ല, ആ സമയത്താണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ തുടങ്ങണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടുകാരും പറയുന്നുണ്ടായിരുന്നു എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ തുടങ്ങിക്കൂടി എന്ന് വീട്ടുകാരും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങണ്ട എന്നൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഏപ്രിൽ 21 ആയപ്പോൾ ഒരു ചാനൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എന്താ ഇടേണ്ടതെന്നൊന്നും എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. പക്ഷേ സാധാ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് ഇല്ലേ, ആ വ്ളോഗ്സാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 മാസം വെക്കേഷന് GTECൽ ഒരു ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിന് പോകുന്ന ഷോർട്സാണ് ഞാൻ ആദ്യമായിട്ട് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അതറിയായിരിക്കും. ആദ്യം ഞാൻ ഫുള്ള് ഡെയിലി വ്ളോഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുണ്ട്. തുടങ്ങിയ സമയത്ത് എന്താ പറയുക, ആരെടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ ആരെടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പിന്നെ എനിക്കും മാത്രമേ അറിയാമെന്നുണ്ടായിരുന്നുള്ളൂ. ഈ ക്രാഫ്റ്റ് വീഡിയോസ് ഇടുന്നതിന് മുന്നേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഫുള്ള് നമ്മുടെ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒട്ടും സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ടായിരുന്നില്ല. ഒരു സബ്സ്ക്രൈബേഴ്സ് കയറിയാൽ തന്നെ നമുക്ക് അത്രയധികം സന്തോഷമായിരിക്കും. അപ്പോൾ ഇതുവരെ ഓരോരുത്തരും സബ്സ്ക്രൈബേഴ്സ് നോക്കുമ്പോൾ മിനിറ്റിനാണ് സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ പണ്ട് മുതലേ എനിക്ക് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നേ. പക്ഷേ അത് തന്നെയാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണവും. ക്രാഫ്റ്റ് വീഡിയോസ് ഇടുക, അച്ഛനും അമ്മയും അത് തന്നെയാണ് പറഞ്ഞത്, ക്രാഫ്റ്റ് വീഡിയോസ് ഇടുക എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് അതിനനുസരിച്ചുള്ള സാഹചര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണ്ടേ, അതുപോലെ എനിക്ക് ട്രൈപോഡ് ഇല്ല, എനിക്ക് വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് ആരുമില്ല. അതായത് അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോവും, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ എനിക്ക് ആ ഒരു ഇഷ്ടമുള്ള ആംഗിളിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള ആ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡെയിലി വ്ളോഗ്സ് ആയിട്ട് ഇങ്ങനെ ഇടാൻ തുടങ്ങിയത്. പക്ഷേ അതിന് ഒട്ടും സബ്സ്ക്രൈബേഴ്സ് കയറില്ലായിരുന്നു. പിന്നെ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഈ വാട്ട ഈറ്റിനിടെയൊക്കെ ഏകദേശം ട്രെൻഡ് ഔട്ട് ആവാറായി, എന്നാലും ആ ഒരു പകുതിയിൽ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരു 2 സബ്സ്ക്രൈബേഴ്സ് 5 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കയറിപ്പോവും. ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ വ്യൂസൊന്നും അധികമുള്ള വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വ്യൂസ് ഇല്ലാത്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനത്തെ ഒരു കുഴപ്പം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ കോളേജ് നമുക്ക് യൂണിഫോം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ അമ്മ പെട്ടെന്ന് എടുത്തു തന്നതാണ്, അമ്മയാണ് എടുത്തു തന്നത്. ആ ഒരു വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ എൻ്റെ ചാനലിൽ വ്യൂസ് കിട്ടിയത്. കഴിഞ്ഞ മാസം വരെയും എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു. അതിൽ തന്നെ ഏകദേശം 10-35 സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒറ്റ വീഡിയോയിലാണ് എനിക്ക് 100 സബ്സ്ക്രൈബിലും കൂടിയത്. പിന്നെ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണെന്ന് എനിക്കറിയില്ല, അച്ഛൻ എനിക്കൊരു ട്രൈപോഡ് വാങ്ങിച്ചു തന്നു. അത് ഞാൻ ഏറ്റവും കുറഞ്ഞത് നോക്കിയാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു ട്രൈപോഡ് വെച്ചിട്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനത്തെ എൻ്റെ സ്വന്തമായിട്ടുള്ള വ്ളോഗ്സും, അതായത് ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒട്ടും, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒട്ടും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നൊരു വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും ഞാൻ ഒരു വീഡിയോ ഇടുക. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും കണ്ടൻ്റ് ഒന്നും ഇല്ലടാ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെറിയൊരു കാര്യം വന്നാലും ഞാൻ വ്ളോഗ്സ് ആക്കി ഇടുമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കോളേജ് ടൂറ് പോയി, അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു മെമ്മറി ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു 10-15 വർഷമൊക്കെ ആയി, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ നമ്മൾ ഈ കോളേജ് ടൂറും നമ്മൾ അന്ന് ചെയ്തിരുന്ന കാര്യങ്ങൾ ഒക്കെ ഈ വ്ളോഗ്സായിട്ട് കാണുമ്പോൾ ആ ഒരു ഫോണിലാണെങ്കിൽ നമ്മളിപ്പോൾ ഫോൺ കേടായി, അപ്പോൾ അത് മാറ്റുമ്പോൾ
വേറൊരു ഫോണായി. ചിലപ്പോൾ ഈ വീഡിയോസ് ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഇതുപോലൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര വർഷമായാലും ഇതിവിടെ തന്നെ കിടക്കും. അതായത് യൂട്യൂബ് ബാൻ ചെയ്യുന്നത് വരെ ഇതിവിടെ തന്നെ കിടക്കും, ഇല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കോളേജ് ടൂറ് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ എന്തോ ആയപ്പോൾ ആണ് എൻ്റെ ഫോൺ ഞാൻ ഒന്ന് റീസെറ്റ് ചെയ്ത് എനിക്ക് പാസ്വേഡ് ഞാൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പാസ്വേഡ് ഇൻകറക്റ്റ് ഒന്നും കാണിക്കുന്നു. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് ഹെൽപ്പ് ചെയ്തു. ഒരുപാട് പേര്, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ കുറേ പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ വേറെ 2 ചാനൽ തുടങ്ങി. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഈ ചാനലിനോട് എന്തോ, നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ ചാനലല്ലേ, നമ്മളെ കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്കെന്തോ എങ്ങനെയെങ്കിലും അത് കിട്ടിയാൽ മതി എന്നായി എൻ്റെ ഒരിത്. എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്ത സമയത്ത് ഒരു പാസ്വേഡ് കിട്ടിയിട്ട് ഞാൻ അതങ്ങ് മറന്നു. പിന്നെ പിറ്റേ ദിവസം എന്തോ ആയപ്പോൾ ഈ പാസ്വേഡ് ഞാൻ ജസ്റ്റ് വെറുതെ, എനിക്ക് കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് കയറി അടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ചാനൽ കിട്ടി. ആ സമയത്തുള്ള സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. കാര്യം കുറേ പേര് ഹെൽപ്പ് ചെയ്തു, കുറേ പേര് നോക്കി ചാനൽ എടുത്തു തരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. കറക്റ്റ് 1 മാസമായപ്പോൾ, ഞാൻ ഏപ്രിൽ 30 എൻ്റെ ചാനൽ കൊണ്ട് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് മെയ് 30 ആയപ്പോൾ എനിക്ക് കിട്ടി. അതിനുശേഷം തൊട്ട് പിന്നെ ആയപ്പോൾ ഞാൻ പിന്നെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു, അപ്പോൾ എൻ്റെ ഈ റൂം കണ്ടോ, ഇപ്പം ഞാൻ ഇരിക്കുന്ന റൂമില്ലേ, ആ ഒരു റൂം ഒന്ന് പെയിൻറ്റ് അടിച്ച് തരാമെന്ന് പറഞ്ഞു വെച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു വൈറ്റ് കളർ പെയിൻറ്റ് മതിയെങ്കിൽ എന്ന് വിചാരിച്ച്. ക്രാഫ്റ്റ് വീഡിയോസും നമുക്ക് ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തായാലും വൈറ്റ് കളർ പെയിൻറ്റ് തന്നെ അടിച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കഴിഞ്ഞ മാസം പിന്നെ ആയപ്പോൾ ഡെയിലി വ്ളോഗ്സ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഈ ബാക്ക്ഗ്രൗണ്ട്, അതായത് വെള്ള പെയിൻറ്റും കൂടെ അടിച്ചില്ലേ, ഇപ്പോൾ ട്രെൻഡല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ആയാലും യൂട്യൂബ് ആയാലും വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ കളർ പേപ്പറും കുറേ കാര്യങ്ങൾ, ക്രാഫ്റ്റിൻ്റെ കുറേ ഐറ്റംസൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് വെറുതെ കളയണ്ട, എന്തായാലും നമുക്ക് കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസ് ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ മാസം ആണ് ഞാൻ ക്രാഫ്റ്റ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇട്ട സമയത്ത് എന്തായാലും ഇട്ട വീഡിയോയിൽ തന്നെ ഒരു 4-5 സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും കയറി തുടങ്ങി. പിന്നെ ഞാൻ ജേണൽ ഇതുപോലെ ചെയ്യാൻ തുടങ്ങി. ജേണൽ ചെയ്തിട്ട്, അതായത് ഈ കമൻറ്റ് ചെയ്യുന്നവരുടെ പേരും ഈ ജേണലിൽ ഞാൻ എഴുതും. ആ ഒരു രീതിയിൽ ഞാൻ പിന്നെ ജേണൽ ഇട്ട് തുടങ്ങി. അതുപോലെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്തു. അങ്ങനെ കുറേ വന്നപ്പോഴത്തേക്കും ഒരു 15 വീഡിയോ ആയപ്പോഴത്തേക്കും എൻ്റെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സായി. എൻ്റെ അമ്മയെ എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ ഒരു ദിവസം, അതായത് ഒരിക്കലെങ്കിലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ ഓരോ വലിയ യൂട്യൂബേഴ്സിനായാലും മിനിറ്റിനാണ് സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് എൻ്റെ ചാനലിൽ കാണാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ന്യൂ ഇയർ ആയപ്പോൾ, ന്യൂ ഇയറിൻ്റെ അന്ന് നമ്മൾ ഈ ചർച്ചിലൊക്കെ പോകില്ല, അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷമെങ്കിലും എനിക്കൊരു 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ പറ്റുമോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പെട്ടെന്നാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏകദേശം 6 മാസമല്ലേ എടുത്തുള്ളൂ. ഞാൻ ഇതുവരെയും വിചാരിച്ചില്ല. അതിനിടയ്ക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ചാനൽ കയ്യിൽ നിന്ന് പോയി, എല്ലാം കൊണ്ടും. പക്ഷേ ഞാൻ ഈ ക്രാഫ്റ്റ് വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും 1K സബ്സ്ക്രൈബേഴ്സ് ഇത്രയും പെട്ടെന്നാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതും ഈ ക്രാഫ്റ്റ് വീഡിയോസ് ഇട്ടുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. 1K സബ്സ്ക്രൈബേഴ്സായി. ഇതാണ് എൻ്റെ ഒരു ജേണി. നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലായിട്ടില്ല, കൊള്ളൂല, വീഡിയോ ഇഷ്ടമായില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഗീവ് അവേ ഒക്കെ നമുക്ക് ചെയ്യാടാ. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം നമുക്ക് ഉറപ്പായിട്ട് നടത്തും. കാര്യം നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ടോപ്പ് കമൻറ്ററെ ആയിരിക്കും ഞാൻ ഗീവ് അവേ വിന്നറായിട്ട് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ 3-4 പേര് ടോപ്പ് കമൻറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും വരണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള വീഡിയോസിലായാലും കമൻറ്റ് ചെയ്താൽ മതി. കാര്യം ചിലപ്പോൾ അടുത്ത മാസമായിരിക്കാം, അല്ലെങ്കിൽ ഈ മാസമായിരിക്കാം. ഞാൻ ഗീവ് അവേ എന്തായാലും ചെയ്യും കേട്ടോ. വിഷമിക്കേണ്ട. കുറേ പേര് വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി 1K ആയിട്ട് ചെയ്യാമെന്നല്ലേ പറഞ്ഞതെന്ന്. ചെയ്യാടാ, നമുക്ക് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഞാൻ ഉറപ്പായിട്ടും ചെയ്യും കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എനിക്ക് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഫാമിലി മെമ്പേഴ്സ് കണ്ടാൽ എന്താവും, അതുപോലെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യമല്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെയും ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ.